ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് BJPക്ക് ഒരു സ്കോപ്പ് ഉള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും കാണുന്നതും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ശ്രീ ഒ രാജഗോപാൽ മാത്രമാണ് ഇവിടുന്ന് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റ തവണ. അതെന്താണെന്നറിയോ? അത് BJPയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൾട്ടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതിൽ മാത്രമാണ്, അദ്ദേഹത്തിനോടുള്ള ആളുകളുടെ ഇഷ്ടം അതാണ് അത് പ്രതിഫലിച്ചത്. അങ്ങനെ ഇഷ്ടമുള്ള BJP നേതാക്കളൊന്നും കേരളത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഇവിടെ അക്രമത്തിനും അഴിമതിക്കും ചൂട്ടുപിടിക്കുന്നവരല്ലാതെ വേറെ ആരെയും ഞാൻ കാണുന്നില്ല ഒന്നിലും. അത് കാരണം അവരൊന്നും ഇതേപോലെ ശ്രീ ഒ രാജഗോപാലിൻ്റെ വ്യക്തിത്വം ഉള്ളവരായിട്ട് ഉള്ള ആളുകളെ ഞാൻ ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഉള്ള നേതാക്കളിലൊന്നും ഞാൻ ആരെയും കാണുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടായി വരുമായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇപ്പം അടിക്കടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കും. കേരളത്തോട് അദ്ദേഹത്തിന് വളരെ വളരെ വലിയ ഒരു താല്പര്യമുണ്ട്. കേരളത്തിന് പണം കൊടുക്കുന്നതിലൊഴിച്ച് ബാക്കി കാര്യങ്ങളിലെല്ലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടുന്ന് MP-മാരെ റെഡിയാക്കി അയച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ഏതാണ്ടൊക്കെ വലിയ ഗുണഗണങ്ങൾ ചെയ്യും എന്നുള്ളത്. നമ്മുടെ ഈ പ്രധാനമന്ത്രിമാരെന്നൊക്കെ പറയുന്നത് ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവിയാണത്. അത് അദ്ദേഹം ഒന്ന് കാത്തു സൂക്ഷിക്കണം അതിൻ്റെ മഹത്വം. കാരണം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത്, അതപ്പതിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു രാഷ്ട്രീയം പറയുന്ന ഒരാളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറരുത്. അവരുടെ ഭരണം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ MP-മാരെ ഇത്ര അയച്ചാലോ കേരളത്തിനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ കറപ്റ്റ് പ്രാക്ടീസ് അല്ലേ ഇലക്ഷനിൽ? നമ്മുടെ റെപ്രസെൻറ്റേഷൻ RP ആക്ട് അനുസരിച്ച് വലിയ ഒഫൻസാണ്. ആ രീതിയിലുള്ള പ്രഖ്യാപനം കാണുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാരണം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതിൻ്റെ ആ പദവിയുടെ മഹത്വം കാത്തു സൂക്ഷിക്കണം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറരുത്. അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അല്ലാതെ BJPയുടെ പ്രധാനമന്ത്രിയായിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടാണ്. അതൊന്ന് തിരിച്ചറിയാം. പിന്നെ ഈ ഇലക്ഷൻ ഒന്നാക്കിയാൽ ജനങ്ങൾക്ക് ചില നഷ്ടങ്ങളുണ്ട്. കാരണം ഇപ്പോൾ 2 രൂപ പെട്രോളിനും ഡീസലിനും ഇപ്പോൾ കുറച്ച് 2 രൂപയെങ്കിൽ 2 രൂപ കുറച്ചല്ലോ. അത് ഈ ഇലക്ഷൻ ഈ മാമാങ്കം വരുന്നതുകൊണ്ടാണല്ലോ. അപ്പം ഇനി ഈ 2 ഇലക്ഷനും ഇതുപോലെ ഓരോന്നും സംസ്ഥാന സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു ഇലക്ഷൻ അങ്ങോട്ട് വരാൻ നേരത്ത് അതുവരെ ഇല്ലാത്തതെല്ലാം ഇനി ഇറങ്ങും. കുറേ കുടത്തിൻ്റെ പടവും അതും ഇതുമെല്ലാം വെച്ചുകൊണ്ട് പണം ഇങ്ങനെ ഉണ്ടാക്കി, ഞങ്ങൾ ഇത്രയും ചെയ്തു, മൂത്രപ്പുര കെട്ടി, കക്കൂസ് പണിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പേർക്ക് റൈസ് കൊടുത്തു, മറ്റേത് കൊടുത്തു എന്ന് പറഞ്ഞ് വരുമല്ലോ. അതൊക്കെ വന്ന് കുറച്ചെങ്കിലും കൊടുക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് അന്നേരം കിട്ടും എന്തെങ്കിലും കേട്ടോ. അതുപോലെ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ 7 മാസം കുടിശ്ശികയായിരുന്നു, ഒരെണ്ണം കൊടുത്തു, ഇനി 6 മാസം കുടിശ്ശികയുണ്ട്. ഇനി ഇപ്പം 2 എണ്ണം കൂടെ ഒന്നിച്ച് കൊടുക്കാൻ പോവുക. അതും ഈ ഇലക്ഷൻ കാരണമാണ്, ഇല്ലെങ്കിൽ അതും കിട്ടത്തില്ല. ആ പാവങ്ങൾക്ക് ഈ 2 മാസത്തെ പെൻഷനും കുടിശ്ശിക കിട്ടാനുള്ളതാണ് നേരത്തെ ഉള്ളത്. അത് കൊടുക്കുന്നതിൻ്റെ കാരണം ഇലക്ഷൻ കാരണമാണ്. ഇതില്ല, ഇനി 5 വർഷത്തേക്ക് മാറി ഒന്നിച്ചായി പോയി കഴിഞ്ഞാൽ ഈ വീതിച്ച് കിട്ടുന്ന എന്തെങ്കിലും ഇതുപോലുള്ള ഉണ്ടല്ലോ ഈ പിച്ചക്കാശ്, അതുപോലും കിട്ടാതാകും. എന്തെങ്കിലും പിച്ചച്ചട്ടിയിലേക്ക് ഇടുന്നത് എന്ന് പറയുന്നത് ഈ സമയത്താണ്. അതിനി ജനങ്ങൾക്ക് അതും ഇല്ലാതാവും. ആ നഷ്ടമല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല.